പ്രകൃതി രമണീയമായ സ്ഥലം. നോക്ക് കാണിച്ച പച്ചപ്പ്, ചുറ്റും നല്ല പച്ചപ്പാണ്. ഇന്ന് ഞങ്ങൾ ചെറിയൊരു യാത്രയായിട്ട് വന്നതാണ്. യാത്ര എന്ന് വെച്ചാൽ ചെറിയൊരു പരിപാടി. അപ്പോൾ അവിടെ ഒരു അവിചാരിതമായിട്ട് ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ കണ്ടു. ഇതുവരെ എനിക്ക് ഉറപ്പുണ്ട് അധികം ആരും കാണാൻ സാധ്യതയില്ലാത്ത ഒരു അപൂർവ ഇനം കാഴ്ചയായിരിക്കും. എന്ന് വെച്ചാൽ കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ സംഭവം കണ്ടോ? ഇതാണ് പുങ്കന്നൂർ പശു അഥവാ പുങ്കന്നൂർ കുള്ളൻ. ഈ രണ്ടു പേരിലും അറിയപ്പെടുന്നു. അധികം സ്ഥലങ്ങളിൽ ഇത് അവൈലബിൾ അല്ല. ആന്ധ്രയിലുള്ള ചിറ്റൂര്, അവിടെയുള്ള പുങ്കന്നൂർ താലൂക്കുകളിലും അതിന് സമീപ പ്രദേശങ്ങളിലും കാണുന്ന ഒരു പ്രത്യേക ഇനം പശുവാണ് ഈ പുങ്കന്നൂർ. അപ്പോൾ ഇതിൻ്റെ സ്കിൻ കളർ എന്ന് പറയുമ്പോൾ വെള്ള നിറമുണ്ട്, തവിട് നിറമുണ്ട്, ഇങ്ങനെയുള്ള കളറാണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പശുവിന്, അതായത് ഫീമെയിൽസിന് 97 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഒരു പൊക്കം എന്ന് പറയുന്നത്. മെയിലിനാണെങ്കിൽ 107 സെൻറ്റിമീറ്റർ. പിന്നെ ഇത് ഒരു പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ ഒരു ശരാശരി മനുഷ്യൻ്റെ പകുതി പൊക്കമേ ഉണ്ടാവുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അടിപൊളിയല്ലേ? മാത്രം ഇത് വളരെ റെയറാണ്. അത്യാവശ്യം നല്ല കാശും കൊടുക്കണം ഇത് സ്വന്തമാക്കണമെങ്കിൽ. ഇത് കേരളത്തിൽ തന്നെ അധികം ആരുടെ കയ്യിലില്ല. ഈ പുങ്കന്നൂർ പശു അഥവാ പുങ്കന്നൂർ കുള്ളൻ എന്നറിയപ്പെടുന്ന ഈ പ്രത്യേക ഇനം പശു. ലോകത്തിലെ തന്നെ ഹമ്പുള്ള ഏറ്റവും ചെറിയ പശുവാണ് ഈ പശു. ഗർഭിണിയാണ്. ഏകദേശം 8 മാസമായി. അടുത്ത മാസത്തോടുകൂടി ഒരു കുഞ്ഞൻ കൂടി അല്ലെങ്കിൽ കുഞ്ഞി കൂടി വരുന്നതാണ്. വാങ്ങിക്കാൻ കാരണം ഒരു കൗതുകമായിരുന്നു. ഒരു വീടിലെ ഐശ്വര്യമാണ്. അത് ഏത് തരത്തിലുള്ള പശുവായിരുന്നു. ഇത്തരം പശുക്കൾക്ക് കുളമ്പ് രോഗം മറ്റൊന്നും വരും. രോഗങ്ങളില്ലാത്ത പശു. എന്താണ് ഈ പശുവിന്റെ പ്രത്യേകത? എന്താണ് ഈ പശുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് B2 മിൽക്കാണ്. അമ്മയുടെ മുലപ്പാലിന് തുല്യമായിട്ടുള്ള മിൽക്കാണ് കിട്ടുന്നത്. അപ്പോൾ അത്രയും ഔഷധ ഗുണമുള്ള മിൽക്കാണ്. മിൽക്കൊന്നും അധികം ഉണ്ടാവില്ല. ഏകദേശം 1-2 ഗ്ലാസ്സൊക്കെ കിട്ടും ദിവസം എന്നുള്ളതാണ്. ഞാൻ പ്രാക്ടിക്കലായി ശരിക്കൊരു ബിസിനസ് അല്ല ഈ പശുവിന്. ഇല്ല, ഒരിക്കലും ബിസിനസ് അല്ല. ഈ പശുവിന് ഫാന്റസിയാണ്. ഫാന്റസി എന്നാണ്, വില നിശ്ചയിക്കാൻ പറ്റാത്ത പശു. ഇത് എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? പുങ്കന്നൂർ പശു അത് പറയില്ല. പുങ്കന്നൂർ പശു ഉള്ള ഒരാളും വില പറയില്ല. എന്നാലും ഒരു 1 ലക്ഷത്തിന് മുകളിൽ വരുമോ? മുകളിലുണ്ട്. അതെ, രസമാണ്. രാവിലെ എഴുന്നേറ്റ് ഇതിനെ കണി കണ്ട് ഉണരുക എന്ന് പറയുന്നത് ഭയങ്കര രസമായ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ പശുക്കൾ നമ്മൾ ഗോമാത കേരളത്തിൽ ഇതിന് ഒരുപാട് കാണപ്പെടുന്നുണ്ടോ? കേരളത്തിൽ അധികം പശുവില്ല. പുങ്കന്നൂർ പശു അധികം ഇല്ല. നേരെ മറിച്ച് പശു ഒരുപാടുണ്ട്. കാസർഗോഡ് കുള്ളനെന്നും പറഞ്ഞ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് വാങ്ങിയത്. ശ്രീകൃഷ്ണ പശു, എല്ലാ പശുവും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് പശുക്കളെ വാങ്ങാൻ തീരുമാനിച്ചു. ആരംഭമാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങനെ കാർഷികാടിസ്ഥാനത്തിലല്ല, അല്ലാതെയുള്ള പശുക്കൾ ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ഇത് എവിടുന്നാണ് വാങ്ങിച്ചത്? വയനാട്. ബിസിനസ് ആണോ? വയനാട് അല്ല, ബിസിനസ് അല്ല. അയാളൊരു സാധാരണ ബിസിനസ്സുകാരയിൽ കാണാത്തൊരു പശുവാണ്. ആ മനുഷ്യനൊരു ഈ വെറ്റിനറി ഡോക്ടറുടെ എന്തോ സംഭവമൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ക്രൈസ് ആയിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് പണത്തിൻ്റെ ആവശ്യം വന്നു. വീട് വെച്ചപ്പോഴേ ഇങ്ങനെ പെട്ടെന്ന് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് യൂട്യൂബിൽ. ഒരു പക്ഷേ പലർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കാം ഈ പശുവിനെ അങ്ങനെ ആരും ബാർഗൈൻ ചെയ്തില്ല. അല്ല, എൻ്റെ ഒരു സംശയം, ഈ പശു ഒരു ഐശ്വര്യമുള്ള ഒരു പശുവാന്ന് പറയുന്നു. അപ്പൊ ആ ഡോക്ടർക്ക് ഒരു പൈസക്ക് ആവശ്യം വന്നപ്പം ഇത്
മറിച്ച് വിൽക്കേണ്ടി വന്നു. അപ്പൊ ആ ഐശ്വര്യവും ഈ പറഞ്ഞ അയാൾ ആ മനുഷ്യൻ ഇവിടെ വന്നതിന് ശേഷം പിന്നെ നമ്മുടെ ലോക്കി ആ മനുഷ്യൻ ഇവിടെ വന്നതിന് ശേഷം പിന്നെ തിരിച്ചു വിളിച്ചു, എനിക്കതിനെ തിരിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു സോറി, പറ്റില്ല. അതാണ് ഇതിന്റെ ഗുണം. പട്ടികള ഈ വേ ലോക്കി. ഈ പട്ടികൾ ഭയങ്കര സ്നേഹമാണ്. പട്ടികളും പശുക്കളും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. ഞാൻ ആദ്യം പേടിച്ചു പോയി. വേറൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, അപ്പൊ ഇതിന്റെ പരിചരണം കാര്യങ്ങളൊക്കെ എങ്ങനെ, എന്താണ്? അങ്ങനെയൊന്നുമില്ല. സാധാരണ ഇത് പുല്ല് മേഞ്ഞോളും, അങ്ങനെ കഴിക്കാൻ പറ്റുന്നത്. ഇങ്ങനെ വിശ്വാസമുണ്ടോ ഇതിനെ കണി കാണുന്നത് നല്ലൊരു ഐശ്വര്യമാണ്? ഇപ്പോഴും എനിക്ക് ഭയങ്കര വിശ്വാസം. പണ്ട് എനിക്ക് ഈ പശുവിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ചാണകമൊക്കെ അല്ല, പൊതുവെ അങ്ങനെ പഴയ കാലത്ത് അങ്ങനെയാണല്ലോ, നമ്മൾ കാണാന്മാരൊക്കെ പറഞ്ഞായിട്ടല്ലോ രാവിലെ എണീക്കുമ്പോഴേ പശുവിനെ കണി കാണുന്നത്. അത് നല്ല രസമുള്ള അനുഭവം. ഇപ്പൊ ഞാൻ ഉറക്കെഴുന്നേക്കുന്നത് രാവിലെ ഈ 2 പശുക്കളുടെയും കണി കാണാൻ നല്ല രസമാണ്. ഇതിന്റെ പേരെന്താ? വെച്ചൂർ കുളങ്ങ്. വെച്ചൂർ പശു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും പൊക്കം കുറഞ്ഞ പശു എന്നാണ്. ഇതിപ്പോ പ്രായം ആയി, കുത്തിവെക്കാനുള്ള സമയമൊക്കെ ആയി വരുന്നു. ഇത്രയും പൊക്കമുള്ളൂ, ഇനി വളരില്ല. സാധ്യതയുള്ളത് കൊണ്ട് വളരെയേറെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവർ. ഓക്കെ, സർവകലാശാലയും മറ്റും. ഓക്കെ, ഈ തിരുപ്പതി ക്ഷേത്രത്തിന് അഭിഷേകത്തിന് ഉപയോഗിക്കുന്ന പാലും ക്ഷേത്രത്തിന് ആവശ്യമായ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഈ നെയ്യുമൊക്കെ എടുക്കുന്നത് ഈ പുങ്കന്നൂർ പശുവിന്റെ പാലാണ്. അതായത് അത്രയും പരിശുദ്ധമാണ്, സേക്രഡ് ആണെന്ന് പറയാം നമുക്ക്. എന്ത് രസമാണ്, കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക വശ്യതയാണ്. നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കാണില്ല, ലിറ്റിൽ കൃഷ്ണയുടെ കൂടെ ഒക്കെ ഇങ്ങനെ ഓടി നടക്കുന്ന പശുക്കുട്ടികൾ, അതിൻ്റെ ഒരു മുഖം, അത് ആ ഭംഗിയുള്ള കണ്ണുകളും കാര്യങ്ങളും, പിന്നെ ഇതിന്റെ പാലുപോലെ വെളുത്ത ആ കളറും ഏറ്റവും കൂടുതൽ സുന്ദരമാക്കുന്നതിന്. ഇത് പട്ടിക്ക
കോഴി ചിക്കൻ കഴിക്കും. പരീക്ഷണമാണ്. ഓ, അതിന്റെ മാംസം അത് തന്നെ കഴിക്കും. അയ്യോ, നോക്കട്ടെ, കഴിക്കുമെന്ന്. സ്വന്തം മാംസം കഴിക്കുന്ന മനുഷ്യരിങ്ങനെ കഴിക്കില്ലല്ലേ? ശരിയാവും പ്രാവും ഡോഗുമായിട്ട്. ഇത് പ്രാവ് ടെമ്പററി ആണ് ഇവിടെ ഇട്ടേക്കുന്നത്. പ്രാവ് നല്ല കൂട് വയ്ക്കുന്നുണ്ട്. ഇതിന് മറ്റേ തക്കാളിയുടെ കൂടൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. തൽക്കാലം അവന്മാർ കുഴപ്പക്കാരല്ല കേട്ടോ, കണ്ടു കഴിഞ്ഞാൽ ഭീകര. ഒരു സ്ഥലവും വേസ്റ്റ് ചെയ്തിട്ടില്ല. എല്ലാം ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പശുവിനെ കണ്ടു, പ്രാവുണ്ട്, പട്ടിയുണ്ട്, പിന്നെന്താ നിറച്ച് കോഴികളുണ്ട്. നമുക്ക് ചെറിയ സ്ഥലം, കുറച്ചേ സ്ഥലമുള്ളെങ്കിലും നമുക്ക് ഇതുപോലൊക്കെ ഒരു കൂട് സെറ്റ് ചെയ്ത് ഇതിപ്പം ക്ലീൻ ചെയ്യാൻ, അതിന് ഫുഡ് ഇട്ട് കൊടുക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. ആ, അവിടെ കണ്ടോ, ബാ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അടിയിലെല്ലാം ക്ലീൻ ചെയ്യണം. വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതിൽ നിന്ന് കുറച്ച് കുടിക്കുക. ഡെയിലി മുട്ടയിടും. അപ്പം നമുക്ക് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം അല്ലേ? കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ്ട. ഇപ്പം എന്തായാലും പ്ലാസ്റ്റിക് മുട്ടയൊക്കെ ഇറങ്ങുന്ന കാലമാണ്. അപ്പോൾ വിശ്വസിച്ച് നമ്മുടെ വീട്ടിൽ ഇതുപോലെയൊക്കെ ഒരു കൂട് സെറ്റ് ചെയ്ത് കുറച്ച് കോഴിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ സാധാരണ വീട്ടമ്മമാർക്ക് വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത് തീരാവുന്ന ജോലികളേ ഉള്ളൂ. റിച്ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ ഇത് വളരെ റെയർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ പോലും വളരെ കുറച്ച് വീഡിയോസേ ഉള്ളൂ. ഒരുപക്ഷെ പ്രേക്ഷകരിന് തന്നെ ഒരു പുതിയൊരു അനുഭവമായിരിക്കും ഈ ഒരു കാഴ്ച തന്നെ. അപ്പോൾ ഇത് വാങ്ങാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്താ? ഇത് വാങ്ങാനായിട്ട് നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ ഡയറക്ടർ ആർ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തിന് അസാധ്യമായ പാണ്ഡിത്യമാണ്. പശുക്കളും അദ്ദേഹത്തിൻ്റെ ഡ്രീമാണ് ഇങ്ങനെ ഫാം ഹൗസൊക്കെ ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഇടവേള സമയത്ത് പഠിക്കുന്ന സമയത്ത് ഞാൻ സാറിനോട് ചെന്നിരുന്ന് സംസാരിക്കും. ആ കൂട്ടത്തിലാണ് സാറ് പറഞ്ഞത് ഇങ്ങനെ ഫാം ഹൗസ് തുടങ്ങുകയാണെങ്കിൽ, എനിക്ക് കുറേ പെരേടമുണ്ട് മറ്റേ നഗരൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ഫാം ഹൗസ് തുടങ്ങിക്കൂടാ എന്നുള്ളൊരിത്. അപ്പോൾ എനിക്ക് ഈ പശുവായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു. ഇത് ഉണ്ണികൃഷ്ണൻ സാറാണ് പറഞ്ഞത് ഇത്തരത്തിലുള്ള പശുവാണ് നല്ലതെന്ന്. അപ്പോൾ ഞാൻ വന്ന് ചെക്ക് ചെയ്തപ്പോൾ റയറാണ് ഈ പശു. കാണാൻ നല്ല രസമാണ്, നല്ല ക്യൂട്ടാണ്. നമ്മുടെ കാലിൻ്റെ അത്രയല്ലേ ഉള്ളൂ ഈ പശു. ഇത് അറിഞ്ഞു വരുമ്പോഴത്തേക്ക് ഭയങ്കരമായ രസമായിട്ടുള്ള പശുവാണ്. ഇന്ത്യയിൽ തന്നെ അല്ലെ ലോകത്തിൽ തന്നെ ഏറ്റവും പൊക്കം കുറഞ്ഞ ഹമ്പുള്ള പശുവാണ്, മറ്റേ ഇതുള്ള പശുവാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ಗಿಡ ತಂದಾನಿ ನಾನು